ജോയിച്ചേട്ടൻ്റെ ആടിൻ്റെ അത്ഭുതങ്ങൾ കേട്ടപ്പോഴേ എൻ്റെ മനസ്സ് യാക്കൂബിൻ്റെ ആടുകളെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. കാരണം ഇസ്രയേലിൻ്റെ ആദിപിതാവ് യാക്കൂബ്, അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകൻ യാക്കൂബ്. ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു, ഏശാവും ഉണ്ടായിരുന്നു, യാക്കൂബും ഉണ്ട്. അപ്പം യാക്കൂബിൻ്റെ കന്നുകാലിക യാക്കോബ് ലാബാനുമായിട്ട് പിരിയുമ്പോഴുണ്ടാകുന്ന കുറേ സങ്കടങ്ങളുണ്ട്. എന്താ, അവൻ 20 കൊല്ലം ലാബാൻ എൻ്റെ അമ്മായിയപ്പന് വേണ്ടി ജോലി ചെയ്തതാണ്. പക്ഷേ 20 കൊല്ലം ജോലി ചെയ്തപ്പോൾ ലാബാൻ്റെ കന്നുകാലികൾ വളർന്ന് യാക്കൂബ് തിരിച്ചു പോരാൻ നേരത്ത് ഒന്നുമില്ലാത്തവനായിപ്പോയി. അപ്പോഴേ യാക്കൂബ് പറയുന്നുള്ളൂ, നിങ്ങളെന്നെ ചതിക്കുകയാണ് ചെയ്തതെന്ന്, അല്ലേ? അപ്പോൾ ബൈബിൾ പറയും, എന്താണ് മകനെ, മനുഷ്യന്മാരെ ചതിച്ചാലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ചതി ഒരു ചതിയല്ലെന്ന്. കൈ ഇടിച്ച് കിടത്താണ് കരങ്ങൾ വീശിക്കൊണ്ട് കൈകൾ വീശി അപ്പം ആരെങ്കിലുമൊക്കെ ചതിച്ചു എന്ന് വിചാരിച്ചാൽ ആര് ചതിച്ചു അവന് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വിശ്വാസി കേൾക്കുന്നുണ്ടോ? നിന്നെ ഓഫീസിൽ ചതിക്കാം, നിൻ്റെ സഹോദരങ്ങൾ ചതിക്കാം, നിനക്ക് കിട്ടേണ്ട ഓഹരി തട്ടിയെടുക്കാം. അപ്പോൾ നീ ദരിദ്രനായി മാറാം, നിന്നെ വഞ്ചിച്ചവർ പ്രബലന്മാരായി മാറാം. അപ്പോൾ നിനക്ക് അവരോട് കടുത്ത വൈരാഗ്യം തോന്നാം, മത്സരം തോന്നാം. നിൻ്റെ ജീവിതം തന്നെ എന്തെങ്കിലും കാലത്ത് അവരെ ഒതുക്കണമെന്നുള്ള ലക്ഷ്യം വെക്കാം. ഇങ്ങനെ വരച്ചിട്ട പരിപാടികളെല്ലാം റദ്ദ് ചെയ്യാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴൊന്ന് പ്രാർത്ഥിക്കുക. ആരെങ്കിലും നിങ്ങളെ ചതിച്ചു, നിങ്ങളുടെ ജോലി തട്ടിയെടുത്തു, നിങ്ങളുടെ വസ്തു തട്ടിയെടുത്തു, നീ കല്യാണം കഴിക്കാനുള്ള ജീവിത പങ്കാളിയെ തട്ടിയിട്ടെന്ന് വിചാരിച്ചോ? ദാറ്റ് ക്യാൻ ബി ഓൾസോ ഹാപ്പൻ. അങ്ങനെ സംഭവിക്കാം. നീ ഏതെങ്കിലും വിധത്തിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളെ വേറെ ആൾക്കാർ വിവാഹം കഴിച്ചുകൊണ്ട് പോകാം. അപ്പം നീ വിചാരിക്കുക, ഇനി എനിക്ക് കെട്ടുകയേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവത്തോട് മത്സരിച്ച് നിൽക്കുകയാണ്. അതെല്ലാം നീ അവസാനിപ്പിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരെ, ചിന്തിക്കുന്നവരെ എല്ലാവരെയും സ്പർശിക്കണമേ. ആരാധന, ആരാധന, എന്നെ കൈപിടിച്ച് സ്നേഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കൈപിടിച്ച് ഹല്ലേലൂയ. കൈകളിൽ താങ്ങുന്ന സ്നേഹം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങളടിച്ചുകൊണ്ട്
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അങ്ങനെ താൻ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം കണ്ണീരോടെ യഹോവയോട് പറഞ്ഞപ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. വരയുള്ള ആടുകളും പുള്ളിയുള്ള ആടുകളും നിനക്ക് ഓഹരിയാകും എന്ന് പറയുന്ന സമയത്ത് ലാബാൻ പറഞ്ഞു, നിൻ്റെ ഓഹരി ഇനി ഈ മാസം മുഴുവനും പ്രസവിക്കാൻ പോകുന്ന വരയുള്ള ആടുകളായിരിക്കും എന്ന് പറയും. അടുത്ത മാസം ലാബാൻ പറയും, ഇനി നിൻ്റെ ഓഹരി പ്രസവിക്കാൻ പോകുന്ന പുള്ളിയുള്ള ആടുകളായിരിക്കും എന്ന് പറയും. അതെന്ത് ചെയ്യണമെന്നുള്ള കാര്യം സ്വപ്നത്തിൽ യാക്കോബിനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും അല്ലേ? അതിൻ്റെ ബൈബിളിൻ്റെ ഭാഗമാണ്. എന്നിട്ട് ഈ യാക്കോബിൻ്റെ ഓഹരികളെ കർത്താവ് ആ മാസം മുഴുവനും വരയുള്ള ആടുകളാണെങ്കിൽ വരയുള്ള ആടുകളെ തന്നെ പ്രസവിക്കുന്നത് കർത്താവ് ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവ് ഇടയാക്കണതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു രീതിയുണ്ട്, കർത്താവ് ഇടയാക്കിയെന്ന്. ബൈബിള് പൊതുവെ ആവർത്തിച്ച് പറയുന്നതാണ് കർത്താവ് ഇടയാക്കി. മനുഷ്യൻ വല്ലതും ഇടയാക്കാം, അതിൻ്റെ പുറകെ നീ തൂങ്ങരുത്. മറിച്ച് നിന്നെ ഉയർത്തണതും നിലനിർത്തണതും ആരാണ്? നിന്നെ ജനിപ്പിച്ചവനാണ്. അവനെ ഇടയാക്കിയാൽ തടുക്കാൻ പറ്റത്തില്ലെന്ന്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ യാക്കോബ് സമ്പത്തിൽ വളർന്ന അപ്പോൾ യാക്കോബിൻ്റെ മനസ്സിൽ ഒരു പേടിയുണ്ടായിരുന്നു. ആരെയെങ്കിലും എന്തിനെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും പേടിയുണ്ടാകണം. യാക്കോബിൻ്റെ പേടി എന്തായിരുന്നു? എന്നായാലും ഏശാവിൻ്റെ മുമ്പിൽ ചെന്ന് ഞാൻ പെടും, അന്ന് അവൻ എൻ്റെ കഥ കഴിക്കും. എന്താ കാര്യം? അവൻ്റെ കടിഞ്ഞുള്ള അവകാശം തട്ടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ കടന്നു കളഞ്ഞത്. അവന് ദൈവതത്വമായ ഓഹരി അനുഗ്രഹ അവകാശങ്ങളെല്ലാം അടിച്ചു മാറ്റി അമ്മയോട് ഒപ്പിച്ച് നിന്നുകൊണ്ട്. കർത്താവ് വന്നപ്പോൾ യാക്കോബിന് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തില്ല. നിക്കോദേമോസിനെ കണ്ടപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പം മറ്റേ ഇസ്രയേലിയൻ ഇത്തിരി തരികിട പാർട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. നിക്കോദേമോസിനെ കണ്ടപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? യാക്കോബിന് ഇസ്രയേൽ എന്ന് പേരുണ്ടല്ലോ, പക്ഷെ നിക്കോദേമോസിനെ കർത്താവ് കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ. അപ്പം മറ്റേ ആൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. കാര്യം ഈ ഡ്യൂപ്ലിക്കേറ്റ് കുറേ കയ്യിലുള്ളെങ്കിലേ ദൈവം എന്നും ഡ്യൂപ്ലിക്കേറ്റായിട്ട് തന്നെ കരുതും. അവൻ ഏത് വലിയ ആളായാലും ശരി, അത് നമ്മളെപ്പോൾ ഓർക്കണം. നിക്കോദേമോസ് യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ നിക്കോദേമോസിനെ കണ്ടപ്പോൾ എന്താ ഈശോ പറഞ്ഞത്? എ ട്രൂ ഇസ്രായേലൈറ്റ്, ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ ഇസ്രയേലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിനാണ് എൻ്റെ പേര്. പക്ഷേ ഈശോൻ്റെ കാലം വന്നപ്പോൾ ഇസ്രയേലിന് യഥാർത്ഥം എന്നുള്ള പേര് കൂടി ചേർത്ത്. ചതി ചെയ്യണവന് യഥാർത്ഥ വ്യക്തിയായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. ഹല്ലേലൂയ. ഈ കൽപ്പനകളുടെ എല്ലാത്തിൻ്റെ സ്പിരിറ്റ് അതാണ്. ഉടമ്പടി നിബന്ധനകളില്ലേ ഇല്ലേ? ഈ നിബന്ധനകളെല്ലാം എവിടുന്ന് വന്നതാണ്? കർത്താവിൻ്റെ കൽപ്പനകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ചതിക്കരുത് എന്നല്ലേ യാക്കോബിനെ കാണുമ്പോൾ, നിക്കോദേമോസിനെ കാണുമ്പോൾ യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ എന്ന് പറയണത്. എൻ്റെ അർത്ഥം എന്താണ്? ചതിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, അന്യൻ്റെ വസ്തു മോഹിക്കരുത്, ഹസ്ബൻഡിനെയോ വൈഫിനെയോ മോഹിക്കരുത്. ഇങ്ങനെ കുറേ അരുതായ്മകൾ കർത്താവ് നൽകുന്നതിൻ്റെ പിന്നിൽ എന്താണ്? എൻ്റെ സ്പിരിറ്റ്.
വാട്ട് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദി കമാൻഡ്മെൻറ്റ്? എന്താണത്? നീ അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാൾ 10 ഇരട്ടി തരാൻ എനിക്ക് കഴിയും. അതാണ് സംഭവം. ചതിച്ചുണ്ടാക്കുന്നതിനേക്കാൾ, മോഷ്ടിച്ചുണ്ടാക്കുന്നതിനേക്കാൾ, മറ്റ് പല മാർഗങ്ങളിലൂടെ ആത്മാവിനെ പണയം വെച്ചുണ്ടാക്കുന്നതിനേക്കാൾ ഇരട്ടി തരാൻ എനിക്ക് കഴിയും. യു ഡിപ്പെൻഡ് ഓൺ മീ. എന്നിൽ ആശ്രയിക്കാൻ. കൈ അടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ചേട്ടായിയെ ചതിച്ചത് കാരണം ചേട്ടായി പണ്ടേ വേട്ടക്കാരനാണ്. യാക്കോബ് ഒരു കർഷക മനസ്സുള്ള ആളാണ്. ചേട്ടായി വേട്ടക്കാരനായത് കാരണം എന്നെങ്കിലും താനും വേട്ടയാടപ്പെടുമെന്നുള്ളത് യാക്കോബിന് പേടിയുണ്ട്. അപ്പം എന്ന് യാക്കോബ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ചേട്ടായിയെ അമീക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സ്നേഹപൂർവ്വം ചേട്ടായിയെ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് യാക്കോബ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. യാക്കോബിൻ്റെ സ്വസ്ഥതയും സമാധാനത്തെയും കളഞ്ഞിരുന്നത് ഭാവിയിൽ എന്നായാലും ചേട്ടായിയുമായിട്ടൊരു മൽപ്പിടുത്തം ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. ആ മൽപ്പിടുത്തത്തിന് പറ്റുന്ന രീതിയിൽ തന്നെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ബൈബിൾ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യാക്കോബ് വിചാരിച്ച തരത്തിലുള്ള മൽപ്പിടുത്തം ഉണ്ടായി. പക്ഷെ ഉണ്ടായത് ചേട്ടായിയുമായിട്ടല്ല, യഥാർത്ഥ ദൈവവുമായിട്ടാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. വചനത്തിന്റെ ചുരുളുകള് അഭിഷേകമായി നൽകുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ വന്ന് എനിക്കും എൻ്റെ കുടുംബത്തിന് സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്ന ത്രിത്വൈക ദൈവത്തിന് കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ കോട്ടയത്ത് നിന്ന് മണർകാട് നിന്ന് വരുന്നു. കോട്ടയം ലൂർദ് ഫൊറോനാണ് ഞങ്ങളുടെ ഇടവക. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2024 മെയ്യിലാണ്. ഉടമ്പടി എടുത്ത് ഒരു മാസമായപ്പം ഞങ്ങളുടെ 5 വർഷമായിട്ട് ഞങ്ങളുടെ ആക്ച്വലി വീട് ഇവിടെ ആലപ്പുഴയിൽ തുമ്പോളിയിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ സ്ഥലം വിൽക്കാനായിട്ട് ഒരു 5 വർഷമായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് മെയ്യിൽ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടി വസ്തുവായ ഉപ്പ് അവിടെ കൊണ്ടുപോയി ആ സ്ഥലത്ത് കൊണ്ടുപോയി വിതറി പ്രാർത്ഥിച്ചു. ഒരു മാസത്തിന് ശേഷം ജൂണിൽ തന്നെ ആ സ്ഥലം കച്ചവടമാകാനായിട്ട് മാതാവ് ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി. സമയം ഞാൻ ഡ്രൈവിങ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 വീലറിൽ നിന്ന് താഴെ വീണ് എൻ്റെ മുട്ടിൻ്റെ ലിഗമെൻറ്റ് പൊട്ടി. കോട്ടയം SH മെഡിക്കൽ സെൻറ്ററിൽ ഓപ്പറേഷൻ വേണമെന്ന് എനിക്ക് നവംബറിൽ ഓപ്പറേഷന് ഫിക്സ് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിപ്പോയി 2 ദിവസത്തിനകം തന്നെ എൻ്റെ വേദന ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ പൂർണ്ണമായും എൻ്റെ കാലിന് ഒരു കുഴപ്പവും ഇല്ലാതെ പഴയതിലും പൂർവാധികം ശക്തിയായിട്ട് ദൈവം എനിക്ക് തന്നു. അപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിയ ടൈമിൽ എൻ്റെ മോള് ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒരു വർഷമായിട്ട് ചെസ്റ്റിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ സിവിയർ പെയിൻ ആയിരുന്നു. അവിടെ എന്തൊക്കെ ചെയ്ത് MRI സ്കാൻ വരെ എടുത്തിട്ടും ഒരു രോഗവും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചപ്പോൾ ഞാൻ എൻ്റെ വേദനയേക്കാൾ കൂടുതൽ എൻ്റെ മോളുടെ വേദനയാണ്. മാതാവിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു. ശേഷം അച്ഛനോട് ഞാൻ പറഞ്ഞു കരഞ്ഞ്, അച്ഛാ എൻ്റെ മോൾക്ക് ഇതുപോലെ വേദനയാണ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും രോഗം കണ്ടുപിടിക്കുന്നില്ല, വേദനയും മാറുന്നില്ലെന്ന്. അതിനുശേഷം മോള് നാട്ടിൽ വരികയും ട്രീറ്റ്മെൻറ്റ് രോഗം കണ്ടുപിടിച്ചു. ഒരു മരുന്നും ഇല്ലാതെ അച്ഛന് ഒരു കാശ് രൂപം തന്നായിരുന്നു മോൾക്ക് കൊടുക്കാൻ. ആ രോഗം പൂർണ്ണമായിട്ട് ഇതുവരെ ആ വേദന അവൾക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഇത് എഴുതാൻ മറന്നുപോയി. എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ട് 2 വീലർ എനിക്ക് കിട്ടിയില്ലായിരുന്നു. 3ാമത് ഉടമ്പടി പുതുക്കിയിട്ട് പിറ്റേ ദിവസം പോയി
ടെസ്റ്റ് എടുത്തു. ടെസ്റ്റ് മാതാവ് പാസ്സാക്കി തന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായം 23-24 വാക്യങ്ങളിൽ പറയുന്നു, എൻ്റെ പിതാവിനോട് നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവിടുന്ന് തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് തരും. എന്നാൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യുമെന്ന്. അപ്പം സ്വർഗസ്നായ പിതാവിനോട് നമ്മൾ ആ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഓരോ നിമിഷവും ദൈവം ഞങ്ങളെ അനുഗ്രഹമായിട്ട് വഴി നടത്തുന്നു. ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് ആദ്യം ഉടമ്പടി എടുത്തത് തന്നെ എൻ്റെ മൂത്ത മോൾക്ക് വേണ്ടിയാണ്. ഒരുപാട് അനുഗ്രഹം ലഭിച്ചു. പക്ഷേ അതിപ്പോൾ മോളില്ലാത്തത് കൊണ്ട് ഇവിടെ പറയാൻ സാധിക്കുകയില്ല. അതിനുശേഷം ഞാൻ പിന്നെ എപ്പോഴും ഇപ്പം 4 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. എല്ലാ ഉടമ്പടിയിലും ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് വയ്ക്കാറുള്ളത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ എളിമയും അനുതാപത്തോടും കൂടെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്ന മക്കളായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും വചനം പഠിക്കുവാനുള്ളൊരു കൃപ, അതാണ് എപ്പോഴും ഞാൻ നിരന്തരമായിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് നൽകണേ. തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും ലൗകിക മോഹങ്ങളെ പരിത്യജിച്ച് പരലോക സന്തോഷങ്ങളെ ആഗ്രഹിച്ച് തേടുവാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാനിപ്പോൾ 4ാമത് ഉടമ്പടി പുതുക്കി. എൻ്റെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ഞാൻ 1992 മുതൽ ഡിവൈനിൽ ധ്യാനം കൂടിയപ്പോൾ മുതൽ എൻ്റെ ആഗ്രഹമായിരുന്നു വചനം പഠിക്കണമെന്നുള്ളത്. അത് പരിശുദ്ധ അമ്മ എനിക്ക് ഇപ്പോൾ ഈ ക്ലാസ് 4ാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് സാധിച്ചു തന്നു. അവർ ഓൺലൈനിൽ വചനം പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. അതുപോലെ തന്നെ ഇതെൻ്റെ ഇളയ മോളുടെ ഹസ്ബൻഡാണ്. ഈ മോന് കഴിഞ്ഞ നവംബറിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞ് അപ്പോൾ തന്നെ സ്പൗസ് വിസയിൽ പോകാൻ അല്ല ജോബ് വിസയിൽ പോകാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു. 8 മാസമായിട്ട് എല്ലാം തടസ്സങ്ങളായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ മാത്രം, ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഈ 11-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മോൻ വീട്ടിൽ വന്നു. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. 8 മാസമായിട്ടും പോകാൻ പറ്റുന്നില്ലല്ലോ. മാതാവേ, എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു. നിരന്തരമായിട്ട് എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെ പോയാലും, ഒരു യാത്ര പോയാലും, 2 വീലറിൻ്റെ പുറകിലിരുന്നാലും ജപമാല ചൊല്ലും. തിരുവചനങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും ജപമാല ചൊല്ലും. വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് മാതാവേ, എന്തുകൊണ്ടാണ് നീ ഈ കുഞ്ഞിൻ്റെ വിഷമം നീ കാണുന്നില്ലേ എന്ന് ചോദിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് ഗിഫ്റ്റ്, ബർത്ത്ഡേക്കൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് മാതാവ് കൊടുക്കുന്നെന്ന്. അമ്മേ, എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നല്ലോ അമ്മേ. നാളെ എൻ്റെ ബർത്ത്ഡേ ആണല്ലോ അമ്മ, എനിക്ക് ഗിഫ്റ്റായിട്ട് ഈ മോൻ്റെ വിസ എനിക്ക് തരണം. ഈ ജൂലൈ മാസം തന്നെ അവൻ ജർമ്മനിയിൽ അമ്മ എത്തിച്ചേർക്കണമെന്ന് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ എല്ലാ ഇതും യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. മോർണിംഗിൽ അവർ മോർണിംഗ് പ്രെയറിൽ അറ്റൻഡ് ചെയ്യാനുണ്ട്. അവർ ഡെയിലി ബ്രെഡ് ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ തീഷ്ണതയായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചതുപോലെ തന്നെ 11-ാം തീയതി ഉച്ചയായപ്പോൾ ആ മോൻ്റെ വിസ, ആ ജർമ്മനിയിൽ 8 മാസം തടസ്സമായിട്ട് നിന്ന വിസ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ആ വിസ ഈ ശനിയാഴ്ച 19-ാം തീയതി അവൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ആ ചോദിച്ച 2 കാര്യങ്ങളും മാതാവ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. വിസയും തന്നു. ജൂലൈ തന്നെ അവിടെ ചെന്ന് എത്തിച്ചേരാനും അമ്മ സഹായിച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്ന് പരിശുദ്ധ അമ്മ വഴി അപേക്ഷിച്ചാൽ ആ മാതാവ് ഈശോ നമുക്കെല്ലാം സാധിച്ചു തരും എന്നുള്ള ഒരു തെളിവാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസങ്ങളും പരിശുദ്ധ ബലിയർപ്പിക്കാൻ പോകാറുണ്ട്. കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോഴല്ല, ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം പോലും ചെറിയൊരു തെറ്റ് പറ്റിയാൽ എനിക്ക് മനസ്സിൽ വിഷമമായ ഞാൻ പോയി കുമ്പസാരിക്കാറുണ്ട്. പിന്നെ അതുപോലെ 3 വർഷമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം, ആദ്യത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം 3 വർഷമായിട്ട് എൻ്റെ സഹോദരനുമായിട്ട് ഒരു പിണക്കത്തിലായിരുന്നു. ആ സഹോദരൻ്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കാനും ആ കുടുംബത്തിൽ 3 പ്രാവശ്യം വീണ്ടും ആ വീട്ടിൽ പോകാനായിട്ടും മാതാവ് ഈശോനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ കോട്ടയം നവജീവനിൽ പോയി ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം അനാഥാലയത്തിൽ നവജീവനിലൊക്കെ ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കും.
നമ്മളെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്ന് ഫേസ്ബുക്കിലും ഇതിലൊക്കെ വരുന്ന രോഗികൾക്കൊക്കെ കയ്യാൽ ഇത് സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പത്രം കൊടുക്കും. പിന്നെ എൻ്റെ ഒരു കുടുംബത്തേക്ക് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് പലരെയും കൂട്ടിക്കൊണ്ട് വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഈശോ വഴി, പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എന്നും പരിശുദ്ധ അമ്മ വഴി ഈശോയോട് പറയുന്ന ഒരു ഇതേ ഉള്ളൂ, ഈശോയെ അവിടുത്തെ ഒരു കഴുതയായിട്ട് മരണം വരെ ജീവിക്കുവാനായിട്ട്, ഈ ലൗകിക മോഹങ്ങളെല്ലാം പരിത്യജിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട്, പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുകൊണ്ട് ഹൃദയത്തിൽ ആ വചനം നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ ഗർഭം ധരിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ഇത് മോനാണ്, മോന വിസയുടെ കാര്യം പറയും. ഞാൻ ലാസ്റ്റ് 8 months-ആയി ജർമ്മനിയിലേക്ക് വിസ അപ്ലൈ ചെയ്തിട്ട് ഓരോ തവണയും ജർമ്മൻ എംബസിയിൽ നിന്ന് പല പല പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞത് ഭയങ്കര ലേറ്റായി കൊണ്ടേയിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പപ്പ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ജൂലൈ 11 ഉച്ചയായപ്പം എൻ്റെ വിസ എൻ്റെ കൈ കിട്ടി. ഞാൻ നെക്സ്റ്റ് സാറ്റർഡേ, വരുന്ന സാറ്റർഡേ 19th ജർമ്മനിക്ക് പോവുകയാണ്. മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ ഒരു സാക്ഷ്യം പറയാൻ മറന്നുപോയി. ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് പോയി കഴിഞ്ഞ് എൻ്റെ ഭർത്താവിന് ഷുഗർ ഒരുപാട് കൂടി, ഒരു കാല് മുഴുവൻ മുട്ടുമുതൽ താഴത്തോട്ട് കാൽപാദം വരെ പഴുത്ത് ചുമന്നാണ് ഇരുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അതിനനുസരിച്ച് പനിയും ഭയങ്കര ഓപ്പറേഷൻ ചെയ്ത് പഴുപ്പെടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന് ഒരാഴ്ച കൊണ്ട് ആ ഒരു ഓപ്പറേഷൻ ചെയ്യാതെ ആ പഴുപ്പ് പൂർണ്ണമായിട്ടും ഈശോ അവിടുന്ന് സൗഖ്യം നൽകി, ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി അനുഗ്രഹിച്ച് അതിന് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. എൻ്റെ പേര് അനു. ഞാൻ നാഗർകോവിലിരുന്നാണ് വരുന്നത്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ വീട്. അപ്പം അമ്മയും മകനും എനിക്ക് തന്ന നന്മകളെക്കുറിച്ച് പറയാനാണ്. ഞാൻ 13 വർഷമായി കടഭാരത്താൽ ഇങ്ങനെ തിങ്ങി വിതുമ്പി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ 3 കുഞ്ഞുമക്കളും പഠിക്കുകയാണ്. അവരെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലെങ്കിലും ഞാൻ അമ്മയും അവിടെ എൻ്റെ സ്ഥലത്ത് വേളാങ്കണ്ണി അമ്മയും ഈശോയാണ്. അമ്മയോടും തിരുക്കുമാരനോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മേ ഈ കടഭാരം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലും എൻ്റെ ഭർത്താവിൻ്റെ മേലും വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോവും, കിട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കും. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളുടെ പ്രസവ സംബന്ധമായി ഞാൻ ഒരു ആശുപത്രിയിൽ പോയായിരുന്നു. അപ്പോൾ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് വരും നിൽക്കും. അപ്പോൾ അടുത്തുള്ളവരടുത്ത് ചോദിക്കുമ്പോൾ പറയുമായിരുന്നു, ഇത് വയസ്സ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിൽക്കാനുള്ളതായിരിക്കും, പേടിക്കണ്ട എന്ന്. അപ്പോൾ ഞാനും വിചാരിക്കും, ആ സാരമില്ലായിരിക്കും, അങ്ങ് പോകുമായിരിക്കുമെന്നു. ആ പ്രസവകാലത്ത് മോള് പറഞ്ഞു, എന്തായാലും ഇവിടെ നിൽക്കുമല്ലേ കുഞ്ഞമ്മ, അതുകൊണ്ടൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അന്ന് തന്നെ ആ ഡോക്ടറിനെ ഒന്ന് കാണിച്ചു. ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഇതിനൊരു ടെസ്റ്റ് എടുത്ത് നമുക്ക് അയക്കണം, അടുത്ത ദിവസം പോരെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ മോനെയും വിളിച്ച് ഞാൻ അടുത്ത ദിവസം വന്ന് ഞാൻ ഡോക്ടറിനെ കണ്ട്. ഡോക്ടർ അതിരുന്ന് കുറച്ച് ഭാഗം ചുരണ്ടി എടുത്ത് ടെസ്റ്റിന് അയച്ച് 4 ദിവസം കഴിഞ്ഞേ റിപ്പോർട്ട് വരികയുള്ളെന്ന് പറഞ്ഞു. എന്നാലും 4 ദിവസം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്കാണ് ഞാൻ യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. യൂട്യൂബ് കണ്ടപ്പോഴാണ് കൃപാസന അമ്മയും മകനെയും പറ്റി ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അമ്മയും മോനും റിസൾട്ടിൽ ഒന്നും കാണരുതേ, എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആരുമില്ലേ, അമ്മയും അപ്പനും ഇല്ലാത്ത എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, കടബാധ്യതകൾ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രശ്നങ്ങളായിട്ട്, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ റിസൾട്ട് 4ാമത്തെ ദിവസം വന്നു. ഞങ്ങൾ മേടിക്കാൻ പോയി. അപ്പോൾ ഡോക്ടർ പറയാണ്, 5 പോയിൻ്റ് ഇരിക്കേണ്ട സ്ഥലത്ത് 16.2 ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ പാടില്ല, വെയിറ്റും കൂടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചുരണ്ടാൻ ശ്രമിച്ച സ്ഥലത്തിരുന്നു ഒരു പാട കണക്കാണ് അത് ഇളകി വന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടി യൂട്രസിലാണ് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഓപ്പറേഷനായിട്ട് എത്ര ചിലവാകുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു 2 ലക്ഷം രൂപയോളം ചിലവാകും. മാതാവേ
ഇങ്ങനെ നടക്കുന്നത്, എനിക്ക് എവിടെ നിന്നാണ് ഈ 2 ലക്ഷം ഞാൻ ചിലവാക്കുന്നത്? എന്തായാലും ഞാൻ എന്നെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയോട് അതിനുശേഷമാണ് വിളിച്ച് പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, എന്തായാലും നീ അവിടെ കാണിക്കണ്ട മോൾ, ആ റിസൾട്ടുമായിട്ട് കൊല്ലത്തോട്ട് പോര്, നമ്മൾ നിന്നെ കാണിക്കുന്ന ആശുപത്രിയിലോട്ട് കാണിക്കാമെന്ന്. അതിനു മുമ്പ് വേറൊരാൾ പറഞ്ഞു വേറൊരു ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേനും ആ ഡോക്ടർ പറഞ്ഞു 3 സിസറീൻ ആയതുകൊണ്ട് യൂട്രസും മൂത്രക്കുഴയും തമ്മിൽ ഒന്നിച്ചിരിപ്പാണ്, ശരിക്കും ഒട്ടലുണ്ട്, അതുകൊണ്ട് യൂറോളജിയും ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് കാർഡിയോളജിയും നിൽക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ചെയ്യാൻ അത്ര വലിയ ഇതൊന്നുമില്ല, ഞങ്ങൾ വേറെ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ അമ്മയോടും മകനോടും വീട്ടിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, അമ്മ മാതാവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എന്തായാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം, എന്തായാലും ഞാൻ കൃപാസനത്തിൽ ഞാൻ വന്നിട്ട് ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിയും വിളിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കാശും കൊണ്ട് ഞാൻ നേരെ കൃപാസനത്തിലോട്ട് വന്നു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ചേച്ചിയെ നിർബന്ധമായിട്ട് വിളിച്ച് ഞാൻ കൊണ്ടുവന്നതാണ്. എന്തായാലും എനിക്ക് അവിടെ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഒന്നും പറ്റില്ല, എനിക്ക് ഈശോയും അമ്മയും എനിക്ക് ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിയും വിളിച്ചിട്ട് വന്ന് ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛനെ ജോസഫ് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ നിന്ന ഒരു മകൻ എനിക്കൊരു ചീട്ട്, എല്ലാം കഴിഞ്ഞായിരുന്നു, സമയം പോയി, ഇനി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചെല്ലെന്ന് പറഞ്ഞു, ഒരു തുണ്ടി കുറിച്ച് എന്ന് ഞാൻ അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ അച്ഛനെ കാണാനുള്ള അനുമതി എനിക്ക് കിട്ടി. ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു, എന്നെ തല പിടിച്ച് അനുഗ്രഹിച്ചു, കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു, അമ്മയെടുത്ത് ചെന്ന് ആ പത്രം വെച്ചു, ആ റിസൾട്ടെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോയി അടുത്ത ദിവസം അടുത്ത ആശുപത്രിയിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് തന്നെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വേറെ വലിയൊരു MRI സ്കാനിങ് എടുക്കണമായിരുന്നു, അത് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഈ ചെറിയ 2 റിസൾട്ട് കണ്ടിട്ടും. അത് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം പോയി MRI സ്കാനിങ് എടുത്തു. MRI സ്കാനിങ് എടുത്തിട്ട് വന്ന് ഡോക്ടറിന് കൊടുത്തു. അടുത്ത ദിവസം പറഞ്ഞു, അടുത്ത ദിവസം തന്നെ നമുക്ക് ഓപ്പറേഷനിലോട്ട് നീങ്ങാമെന്ന് പറഞ്ഞു. ഓപ്പറേഷനിലോട്ട് നീങ്ങാനായിട്ട് റെഡിയാവാൻ ഡോക്ടറെന്ന് പറഞ്ഞു. പൈസ തരുന്നവരൊക്കെ തരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വൈകിട്ട് വരെ കാത്തിരുന്നു, കാശ് വരുന്നില്ല. ഓപ്പറേഷൻ്റെ അന്നത്തെ ദിവസം രാവിലെ വരെ കാത്തിരുന്നു, പൈസ വരുന്നില്ല. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചേച്ചി വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ പൈസ ഒന്നും കിട്ടിയില്ല, എന്താ ചെയ്യണമെന്നും അറിയാൻ വയ്യ, അയ്യോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരു ഒതുക്കിയല്ലേ, ഞാൻ എന്താ ചെയ്യാനാ എന്ന് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ശരി, അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം ഓപ്പറേഷൻ വേണ്ട, ഇനി അടുത്ത ദിവസം 1-ാം തീയതിക്ക് നമുക്ക് മാറ്റി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1-ാം തീയതിയായി. 1-ാം തീയതിയായിട്ട് എനിക്ക് കാശ് കിട്ടുന്നില്ല. വീണ്ടും ഡോക്ടറിനെ വിളിക്കുവാണ്. ഡോക്ടറിനെ വിളിക്കുന്ന ആ സമയത്ത് തന്നെ ആരൊരു സഹായം, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് കാശ് എനിക്ക് കിട്ടി. അങ്ങനെ എൻ്റെ കയ്യിലുള്ള കാശും ആ കാശും കൂടെ ചേർത്താണ് പെട്ടെന്ന് ആ ആശുപത്രിയിലേക്ക് പോയതും. ഡോക്ടർ ഉടനെ തന്നെ അടുത്ത ദിവസം രാവിലെ 1-ാം തീയതി രാവിലെ എന്നെ ഓപ്പറേഷനായിട്ട് വെച്ചിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മണിക്കൂറുള്ള ഓപ്പറേഷൻ 3 മണിക്കൂറായി ഓപ്പറേഷൻ ചെയ്യാൻ. ഹാർട്ടിനൊന്നും പ്രശ്നമില്ലായിരുന്നു. ECG എടുത്തപ്പോഴത്തേനും ചെറിയൊരു വെരിഫിക്കേഷൻ കാണിക്കണമെന്ന് പറഞ്ഞു, വേരിയേഷൻ കാണിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം മാതാവേ, ഇതിനും കൂടുതൽ പൈസ ആവും, എനിക്കൊന്നും വരുത്തരുതേ. എൻ്റെ ഓപ്പറേഷൻ സമയത്ത് അമ്മയും മകനും എല്ലാവരും എൻ്റെ ഈ നൽകരണ ആശീർവാദ പീഠവും എല്ലാം എൻ്റെ അടുത്ത് ഉണ്ടാകണേ, എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആരുമില്ല അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി 3 മണിക്കൂറായി ഓപ്പറേഷൻ കഴിഞ്ഞ് തീരാനായിട്ട്. അടുത്ത ദിവസം ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, എന്നെ കൊണ്ട് കിടത്തി ICU-ക്കകത്ത് കിടത്തി. അടുത്ത ദിവസം പതുക്കെ എണ്ണിച്ച് നടക്കാൻ പറഞ്ഞായിരുന്നു. എണ്ണിച്ച് നടന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് തുടങ്ങി. ബ്ലീഡിങ് നിൽക്കുന്നില്ല. അതിനുള്ള ഇഞ്ചക്ഷനും മരുന്നിനും പിന്നെ ഇടാൻ തുടങ്ങി. ഒരു ഇഞ്ചക്ഷൻ കുത്തിയത് അത് മാറിപ്പോയി. എനിക്ക് പിച്ചും പേയും പറയാൻ തുടങ്ങി. ഞാൻ എന്നെ അറിയാതെ തന്നെ എന്തൊക്കെ പറഞ്ഞു. അതിനു മുമ്പേ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് എന്നെ ഈ സ്ട്രെച്ചറിലോട്ട് എടുത്ത് മാറ്റുമ്പോൾ എനിക്ക് ഈ പീഡവും ഈ ജോസഫച്ചൻ്റെ ആരാധന പീഠവും ജോസഫച്ചനും അമ്മയുമാണ് എൻ്റെ ആദ്യമിങ്ങനെ ഈ സ്ക്രീനിൽ വരുന്നത് പോലെ ഇങ്ങനെ തെളിഞ്ഞു പോവുകയാണ്, ഒരു മിന്നായം പോലെ ഇങ്ങനെ തെളിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച മനസ്സിൽ എല്ലാവരും എൻ്റെ അടുത്തുണ്ട്, എനിക്കൊരു പേടിയില്ല, എനിക്കൊന്നുമില്ലെന്ന്. അത് കഴിഞ്ഞാണ് ഈ ബ്ലീഡിങ് തുടങ്ങിയത്. അങ്ങോട്ട് പോയി ബ്ലീഡിങ് പോയിട്ട് ഉടനെ എന്നെ ഇതൊക്കെ ഇട്ടപ്പോഴത്തേന് എനിക്ക് സുഖമായി. തിരിച്ച് എന്നെ റൂമിൽ കൊണ്ടുവന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ബ്ലീഡിങ് തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ തന്ന ഗുളികയുടെ കൂടെ ഒരു ഗുളിക കൂടെ കഴിച്ചോ, ആ ബ്ലീഡിങ് അങ്ങ് നിന്നേക്കുമെന്ന് പറഞ്ഞ് കഴിച്ചു. ഇന്ന് ഓപ്പറേഷൻ. അപ്പോൾ
10 ദിവസം കഴിയുമ്പോൾ ബയോപ്സി റിപ്പോർട്ട് വരും, റിപ്പോർട്ട് മേടിക്കാനായിട്ട് വരണേന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് മേടിക്കാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കും, തൈലം പൂശും, ഉപ്പ് കഴിക്കും. പിന്നെ ഈ ഓപ്പറേഷന് മുമ്പ് തന്നെ കുഞ്ഞുമക്കളെയൊക്കെ കാണുമ്പോൾ ഞാൻ ഉപ്പും എണ്ണയും കൊടുക്കും കഴിക്കാനായിട്ട്. എനിക്ക് എക്കോ ടെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു മോൻ ഉണ്ടായിരുന്നു. ആ കുഞ്ഞു മോനും ഞാൻ എൻ്റെ എക്കോ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ ഞാൻ ഓടിപ്പോയി ഉപ്പും തൈലവും കൊടുക്കും. ഇത് കുഞ്ഞിന് കൊടുക്കണം. തൈലം ഞാൻ തന്നെ വിശ്വാസ പ്രമാണം പറഞ്ഞ് തൈലം പൂശി കൊടുത്തായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എക്കോ ടെസ്റ്റിനായിട്ട് ഇന്നലെ പോയായിരുന്നു. ഇന്നലെ പോയപ്പം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാ അനു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ, സുഖമാണ് എനിക്ക്. ഒരു കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്ന് റിസൾട്ട് വന്നു, ഒരു കുഴപ്പമില്ല അനുവിന്, ഒരു പ്രശ്നമില്ല. ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം എവിടെയാണെന്ന് അവർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചത്. എവിടെയാണ് ഈ സ്കാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞ്. അനുവിന് ഒരു കുഴപ്പമില്ല, അമ്മയും മാതാവും എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നിരിക്കുന്നു. എന്നെ ഡോക്ടർ കെട്ടിപ്പിടിച്ച് ഹക്ക് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലെന്ന്. ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ പോയിട്ടാണ് ഡോക്ടറെ എനിക്ക് ഈ സുഖം കിട്ടിയത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു ഡോക്ടർ എന്നോട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓപ്പറേഷന് മുമ്പ് എൻ്റെ കുഞ്ഞു മോളുടെ കാതിൽ ഈ 3 ഹോളുണ്ടായിരുന്നു. ഇതിൻ്റെ മേളിൽ ഇങ്ങനെ 3 ഹോളിരുന്ന് ചെറുതായിട്ട് ഒരു ദ്രാവകം വരികയും അതിരുന്ന് ഇച്ചിരി സ്മെല്ല് വരികയും ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ആശുപത്രി പോകേണ്ട മോളെ, ഞാൻ തൈലം പൂശി തരാമെന്ന് പറഞ്ഞ് തൈലം പൂശി. ആദ്യത്തെ ദിവസം അവൾക്ക് ഇച്ചിരി വേദന കുറവുണ്ടായിട്ടും പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അതിൻ്റെ അടുത്ത് തന്നെ 2 മുഴകൾ കൂടെ വന്ന് കാത് പൊങ്ങുകയും അവൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയായിരുന്നു? ഞാൻ അമ്മയുടെ അപ്പനോടത്തും പറഞ്ഞു, എൻ്റെ പൈസ ഇല്ല, എനിക്ക് കൊണ്ടുപോകാൻ ഒരു സ്ഥലവും ഇല്ല, ഈ മരുന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഞാനത് കൊടുക്കും, എനിക്ക് സുഖമാക്കി തരണമെന്ന് പറഞ്ഞു. ഞാനത് എണ്ണയിട്ട് പൂശി അടുത്ത ദിവസം എണ്ണിച്ച് പറയാണ്, അമ്മ എന്നെ ഇവിടെ തൊട്ട് നോക്കി, എനിക്ക് ഒന്നുമില്ല, എനിക്ക് വേദനയില്ല, ഒന്നുമില്ല, എനിക്ക് ഒന്നുമില്ല, ഇന്ന് ഞാൻ സ്കൂളിൽ പോവാം. ഈശോയ്ക്കും മകനും കോടാനുകോടി നന്ദി. എൻ്റെ മകന് ജോലിയില്ലാതെ 3 മാസം വീട്ടിൽ നിന്നായിരുന്നു. ചെറിയൊരു ജോലിക്കാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്, കപ്പലിൽ, ചെറിയൊരു ഡക്ക് ബോട്ടിൽ. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എൻ്റെ മോൻ്റെ വരുമാനം കൂടെ നിർത്തിക്കളയില്ലേ, എനിക്ക് ആകെ ബുദ്ധിമുട്ടാകുവേ, നീ തരുന്ന വരുമാനം ഇത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ അവനെ അവിടെ നിന്ന് വിളി വന്നു. അടുത്ത ദിവസം രാവിലെ അവൻ കയറണമെന്ന് പറഞ്ഞു. അന്ന് അവൻ കയറി, അവൻ ജോലിക്ക് പ്രവേശിച്ച്. എനിക്ക് ഇത്രയും നന്മകൾ ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ ഞാൻ ഇവിടെ വന്നിട്ടാണ് എൻ്റെ അമ്മയടുത്ത് എൻ്റെ മോൻ്റെ അടുത്തും കണ്ട് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം ഞാൻ വീട്ടിലോട്ട് പോകാനെന്ന് പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ ഇരുന്നാണ് ഞാൻ ഇവിടെ വന്നത്. ഇതുവരെയായിട്ട് സ്റ്റിച്ചൊന്നും പോയിട്ടില്ല. ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് 12 ദിവസമേ ആയുള്ളൂ. ഞാൻ നേരെ അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് ഇത്രയും നന്മ ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി.